ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. റോമാലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള ഭാഗങ്ങളിൽ, അതുകൊണ്ട് വിധിക്കുന്ന ഏതു മനുഷ്യനുമായുള്ളവേ, നിനക്ക് പ്രതിവാദം പറവാനില്ല. അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. വിധിക്കുന്ന നീ അതുതന്നെ പ്രവർത്തിക്കുന്നല്ലോ. എന്നാൽ ആ വക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിൻ്റെ വിധി സത്യാനുസരണീയായിരിക്കുന്നു എന്ന് നാം അറിയുന്നു. ആ വക പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, നീ ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് തെറ്റി ഒഴിയുമെന്ന് നനയ്ക്കുന്നു. റോമാസഭയ്ക്ക് പരിശുദ്ധാത്മാവ് ലേഖനം കൈമാറുമ്പോൾ വ്യക്തമായിട്ട് പറയുകയാണ്, നീ വിധിക്കരുത്. യേശു കർത്താവ് മത്തായി സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ഗിരിപ്രഭാഷണത്തിനകത്ത്, നീ വിധിക്കരുത്, വിധിക്കുന്ന വിധിയ നിന്നെയും വിധിക്കും. കാരണം വചനം പറയുന്നു, നല്ലവൻ ഒരുവനേയുള്ളൂ, അത് കർത്താവാണ്. നമ്മൾ ഒരാളെ നോക്കി വിധിക്കുമ്പോൾ നമ്മളപ്പോൾ ആരായി? നമ്മളൊരു നല്ല വ്യക്തിയാണ്, അതുകൊണ്ടാണല്ലോ നമ്മൾ അയാളെ വിധിക്കുന്നത്. എന്നാൽ വചനം പറയുകയാണ്, വിധിക്കുന്ന നീ അത് തന്നെ ചെയ്യാൻ പോവാണ്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, അന്യനെ വിധിക്കുന്നതിൽ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. കാരണം നീ അത് അടുത്തത് ചെയ്യാൻ നിൽക്കുക. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, നമുക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ ഒന്ന് വിധിക്കാൻ തോന്നും. മറ്റുള്ളവരുടെ സാഹചര്യം കാണുമ്പോൾ അവരൊന്ന് ദുഷിക്കാൻ നമുക്ക് തോന്നും. കാരണം നമ്മൾ മിടുക്കരാണ്. എന്നാൽ വിശുദ്ധ ബൈബിൾ റോമാസഭയോട് പറയുകയാണ്, നിങ്ങൾ വിധിക്കരുത്, നിങ്ങളെ കുറ്റം വിധിക്കും. കാരണം നിങ്ങളത് ചെയ്യും, നിങ്ങളത് ചെയ്യാൻ നിൽക്കുകയാണ്. എന്നാൽ ആ ക്രൂശിൻ്റെ ചുവട്ടിൽ ഒന്ന് വന്ന്, കർത്താവേ എന്നെ ഒന്ന് കരുതണേ എന്ന് പ്രാർത്ഥിക്കുക. ഒരാളെ നോക്കിയിട്ട് അവനിലൊരു കുറ്റം കണ്ടാൽ അവന് വേണ്ടി ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കുക. ആ വ്യക്തിയും ഈ ക്രിസ്തുവിലേക്ക് മടങ്ങി വരാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതിന് പകരം അവനെ വിധിക്കുന്ന, അവനെ വിരൽ ചൂണ്ടുന്ന ഒത്തിരി പേരെ നമുക്ക് കാണാൻ പറ്റും. ആരും തികഞ്ഞവരല്ല, ആരും വിശുദ്ധരല്ല. എന്നാൽ പ്രാപിക്കാമോ എന്ന് വെച്ച് പരിശുദ്ധാത്മാവ് ലേഖനങ്ങളിൽ പറയുന്നത് പോലെ, ഞാൻ പിടിച്ചു എന്ന് നിരൂപിക്കുന്നില്ല, എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഈ സന്ദേശം കേൾക്കുമ്പോൾ മറ്റുള്ളവരെ കുറ്റം വിധിക്കാതെ ആ നല്ല കർത്താവിൻ്റെ സന്നിധി വിശ്വസ്തയോടെ ദൈവം ഏൽപ്പിച്ചത് ചെയ്തു മറ്റുള്ളവരെ ക്രിസ്തുവിന് വേണ്ടി നേടി ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.